നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഫിഷ് കറിയാണ്. ദി സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കരിമീൻ അല്ലെങ്കിൽ പേൾ സ്പോട്ട്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മീനാണ് കരിമീൻ. കരിമീന് ഇച്ചിരി വില കൂടുതലാണെങ്കിലും നല്ല ഫ്രഷ് മീൻ ഞങ്ങൾക്ക് വേമ്പനാട്ട് കായലിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കരിമീൻ അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കരിമീൻ എടുത്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുമാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കരിമീനൊന്ന് വെട്ടി നന്നായിട്ട് അതിൻ്റെ ചെതുമ്പലൊന്ന് ചെത്തിയെടുക്കാം. അപ്പം എളുപ്പം കരിമീൻ ചെത്തിയെടുക്കാനായിട്ടുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിമീൻ കൊണ്ടുവന്ന് നമ്മളൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെതുമ്പൽ നന്നായിട്ട് ചെത്തിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കൂടുതൽ ചെയ്യുക, ചെതുമ്പൽ ഇങ്ങനെ കത്തിക്ക് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ കല്ലിലിട്ട് തേക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലിലിട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല. ഇതേപോലെ അങ്ങോട്ട് ചെത്തിയെടുക്കാം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫ്രഷ് കരിമീൻ കിട്ടിയാൽ പെട്ടെന്ന് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ കരിമീൻ കൊണ്ടുവന്ന് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് ഇതേ കൂട്ട് ചെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ചെതുമ്പിൽ ഇളക്കി കളയാനായിട്ട് സാധിക്കും. വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന കരിമീൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. മീൻകറി വെക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കാനായി പോവാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 തൊട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. ഇത്രയും സാധനം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 10 ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒരു 2 മിനിറ്റ് അതിനകത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മുന്നേ നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ചിരുന്ന വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനവും ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഇളക്കി യോജിച്ചതിന് ശേഷം അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് അരകല്ലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരകല്ലില്ലാത്ത ആൾക്കാർ മിക്സിയിലിട്ടാണെങ്കിലും അരച്ചാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു അരകല്ല്. തേങ്ങ നമ്മുടെ ഈ അരകല്ലിൽ അരച്ചെടുത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ മോരുകറിക്കുള്ള അരപ്പാണേലും മീൻകറിക്കുള്ള അരപ്പാണേലും ഈ വറുത്തരയ്ക്കാനുള്ള അരപ്പാണേലും ഒക്കെ ഈ അരകല്ലിലിട്ട് അമ്മച്ചിമാരുടെ ഒരു കൈപുണ്യത്തിൽ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ മിക്സിയിൽ അരച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എൻ്റെയൊക്കെ ചെറു പ്രായത്തിൽ വീട്ടിൽ കൂടുതലും ഈ അരകല്ലിലിട്ട് അരച്ച അരപ്പുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് മിക്സിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് സമയം എളുപ്പമായെങ്കിലും നമുക്ക് ആ ഒരു രുചിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും അരകല്ല് തന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മ എപ്പോഴും പറയും, ഈ തേങ്ങയൊക്കെ വറുത്തരയ്ക്കുമ്പോഴും അരപ്പ് ഉണ്ടാക്കുമ്പോഴും അരകല്ല് അരച്ച് വേണം ചെയ്യാൻ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നീ എത്ര മിക്സിയിൽ അരച്ചാലും അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കഴിവതും അരകല്ലിൽ അരച്ച് അരപ്പുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് അമ്മ പറയും. പക്ഷേ നമ്മുടെ ഈ ഒരു സമയക്കുറവൊക്കെ കാരണം നമ്മൾ അതിന് നിൽക്കാറില്ല. വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതൽ മിക്സി ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റിക്ക് അരകല്ല് എടുത്തതാണ്. ഇന്ന് എൻ്റെ അമ്മയാണ് ഈ അരപ്പൊക്കെ അരച്ച് തരുന്നത്.
ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇത്രയും സാധനം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ അരച്ച അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉപ്പിടാനും മറക്കരുത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അരപ്പൊക്കെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അരകല്ലിൻ്റെ കല്ല് കഴുകിയ ആ ഒരു വെള്ളമുണ്ട്, അരപ്പ് കഴുകിയെടുത്ത ഒരു വെള്ളമുണ്ട്, ആ വെള്ളവും കൂടെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരു കുറുക്ക് പരുവത്തിലാക്കി നമുക്കെടുക്കാം. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അരപ്പൊക്കെ ചൂടായതിന് ശേഷം ആ ചട്ടി മാറ്റി നമുക്ക് മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് പോരായ്മയുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പുണ്ടാക്കിയ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 9 കരിമീനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ട് കറക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് ഒരു കാരണവശാലും കയ്യിലും സ്പൂണും ഒന്നും ഇടരുത്. കാരണം മീൻ വെന്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഉടങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ മീൻകറി വെക്കുന്ന വീഡിയോയിലും പറയും, മീൻകറിക്കകത്തേക്ക് തവിയോ കയ്യിലോ ഒന്നും ഇടരുത്. ചട്ടി ഇതേ കൂട്ടൊന്ന് കറക്കി കൊടുക്കുക. കറക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു മൂടി ഉപയോഗിച്ച് മൂടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം മൂടിയൊക്കെ തുറന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും നോക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ പോരായ്മയുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതിൻ്റെ ചാറ് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ മീൻകറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാവുന്നതാണ്.